നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറക്കല്ലേ. പതിവ് പോലെ തന്നെ നമ്മളെ പാചകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ രാവിലെയുള്ള ജോലി ഇതൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ വൈകിട്ടാണ് ചോറ് വെക്കണം. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മണിയും കണ്ട് 4:45 5 മണി ആയി. ഞാൻ സമയം നോക്കിയിട്ടില്ല. എന്തായാലും 4:45 കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകിട്ട് ചോറ് വെക്കണം. എന്നിപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ മഴയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചോറ് വയ്ക്കുവാണെങ്കിൽ നാളത്തേക്ക് എടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, രാവിലെ നമുക്ക് തലേ ദിവസത്തെ ചോറൊന്നിപ്പോൾ രാവിലെ പഴങ്കഞ്ഞിക്ക് ഉച്ചയ്ക്ക് ചോറത്തിരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം കൂടെയൊക്കെ അങ്ങ് തട്ടിക്കൂട്ടിയൊക്കെ ഒരു പരുവത്തിനൊക്കെ അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വൈകിട്ടത്തിൽ വെക്കുവാണെങ്കിൽ ചൂട് കഞ്ഞിയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ചൂട് കഞ്ഞിയുടെ വെള്ളമൊക്കെ എടുക്കാം. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ് കയറിയത്. പിന്നീടൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതും പാടാവും. പിന്നെ ഇനിയിപ്പോൾ ഒരു മാങ്ങ പറിച്ചിട്ട് ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം. മാങ്ങയുടെ സീസണൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞ് കേട്ടോ. നാട്ടുമാങ്ങയൊക്കെ ഒരുവിധം കംപ്ലീറ്റ് തീർന്നിട്ടും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാടായിട്ടുണ്ട്, ആറ്റുമുല്ല വളർന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഇടയ്ക്കൊരു ദിവസം ചേരയാണ് എന്താണെന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള പോക്കൊക്കെ ഇനി കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി. ഇനി കാടും ആ ഒരു പുല്ലൊക്കെ ഏതാണ്ട് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ പോവുള്ളൂ. പറ്റുവാണെങ്കിൽ ഇതിനിടയ്ക്ക് വെച്ചൊന്ന് പോകണം. അങ്ങോട്ട് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വിറക് കിടക്കുന്നുണ്ട് നേരത്തെ ഉള്ളത്, അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ബാക്കിയുള്ള വിറകെല്ലാം വെട്ടിപ്പറക്കി മടലും വിറകും എല്ലാം പറക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മഴ പിടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു അടുപ്പ് കത്തിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള വിറകെല്ലാം എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ മഴയൊക്കെ ആയതിനെ കൊണ്ട് പിന്നെ കുറച്ച് അറക്കപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അടുക്കളയെല്ലാം രാവിലെ തൊട്ടേ എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കുന്നതിനെ കൊണ്ട് പിന്നെ അഴുക്കോ കാര്യങ്ങളോ ഇല്ല, മൊത്തത്തിൽ വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചോറും വെച്ച് ചെറിയൊരു ചമ്മന്തി അങ്ങനെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ അത് മതി, വൈകിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളയൊക്കെ ഒരുപാട് പേർക്ക് നമ്മളെ അടുക്കള ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അമ്മിക്കല്ല് അത് നമ്മൾ മേടിച്ചതിന് ശേഷം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓരോ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ചെയ്യുന്ന കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് അതേമാതിരി തന്നെ ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ കൊണ്ടിടുന്ന കാണുമ്പോഴത്തേക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല, കാരണം ഇത്രയും കാലം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ കാരണം ചെയ്യാതിരുന്ന ആൾക്കാരാണ് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള വീഡിയോ അതിന് മുന്നേ ഉള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ. മുമ്പുള്ള ഇട്ട വീഡിയോയും പിന്നെ അതിന് ശേഷം ഇട്ടിരിക്കുന്ന വീഡിയോയും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രീതിയിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടന്നു പോട്ട്. പിന്നെ ഇപ്പോഴും ഒരു മാങ്ങ പറിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചമ്മന്തി, കുറേ നാളായി കേട്ടോ മാങ്ങ ചമ്മന്തി അരച്ചിട്ടേ. ഇനിയിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു മാങ്ങയൊക്കെ വീണ് തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു റോസാപ്പൂ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. നേരത്തെയൊക്കെ കുറച്ചൊക്കെ പിടിക്കുമായിരുന്നു, ഇപ്പോൾ 1-2 എണ്ണമൊക്കെ ഇങ്ങനെ പിടിച്ച് വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മുട്ട് അപ്പുറത്തോട്ടങ്ങ് താഴെ ഇട്ടത്തങ്ങണ്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല മണമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് മുല്ലപ്പൂ വെച്ചിട്ട് മുല്ലപ്പൂവിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു റോസാപ്പൂ പറിച്ച് വെക്കും. പിന്നെ നല്ല മഴ പെയ്തിപ്പോൾ അങ്ങ് തോന്നിയിട്ടുണ്ടേ. പിന്നെ അതുപോലെ നമ്മളെ മുറ്റം മൊത്തം ശരിക്ക് തുളസി ഉണ്ടല്ലോ, തുളസി തൈ ഇഷ്ടം കണക്കിന് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും മാങ്ങയും പറിച്ച് ഞാൻ ഇങ്ങ് കയറി വന്നിട്ട് അമ്മിക്കല്ല് നന്നായിട്ട് ഇനിയിപ്പോൾ ഒന്ന് കഴുകിയിടണം. പിന്നെ ഇപ്പോൾ തൊണ്ട് വെച്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇത്തിരി വിറകൊക്കെ വെച്ച് കൊടുത്ത് അടുപ്പൊക്കെ ചൂടായി കൂടെ തൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. എപ്പോഴും നമ്മൾ അടുപ്പിന് നല്ല ചൂടോട് കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തിളച്ച് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അധികം പണി കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് പിന്നെ ഇന്ന് പാചകം മാത്രമേ ഉള്ളൂ. പാചകവും വാചകവും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരുപാട് പേര് പറ്റുന്നിടത്തോളം കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് വറ്റൽ മുളകുണ്ടല്ലോ അതാണ് എടുക്കുന്നത്. പിന്നെ വറ്റൽമുളക് വെച്ച് ഞാൻ അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. ഒരുപാട് പേര് മുളക് പൊടി വെച്ചിട്ടും പിന്നെ പച്ചമുളക് വെച്ചിട്ടൊക്കെ ചമ്മന്തി അരയ്ക്കുമല്ലോ, അങ്ങനെയും ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അരി എടുത്തുകൊണ്ട് വന്ന് അരിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കല്ലും കഴുകിയിട്ട് നേരത്തെ തന്നെ തേങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടുള്ളതിനെ കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ചും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. തൊണ്ട് തീരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എവിടെ നിന്നെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ.
പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ നമ്മളെ വീട്ടിലുള്ള പണികൾ ഉള്ള പരുവത്തിനൊക്കെ ഉള്ളത് വെച്ചിട്ടൊക്കെ അല്ലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന രീതിയിലൊക്കെ ചിലരൊക്കെ ചില കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് കൊണ്ടുവരാനായിട്ട് ചില സമയത്ത് നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കിപ്പം അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും പറ്റത്തില്ല. നേരത്തെ ആണെങ്കിലും നമ്മൾ നാടൻ രീതിയിൽ സാധാരണ രീതിയിൽ തന്നെ കൊണ്ടുവന്നത്, ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരും. പിന്നെ നമ്മളെ വീട്ടിലുള്ള ചെയ്യുന്ന ജോലി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ തുടങ്ങുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ വീടുകളിൽ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് പഠിക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ വീട്ടു ജോലി കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് ബോറടിക്കും, ചിലർ ഇഷ്ടപ്പെട്ട് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുപാട് കാണുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വ്യൂസോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു ലൈക്കോ ഒരു കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും നമ്മളെപ്പോലെ തന്നെയാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഞാനും ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മളെ വീഡിയോ ആണെങ്കിൽ പോലും ഓരോരുത്തർ വന്ന് കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തത് ഇത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രണ്ടും കിട്ട സമയത്ത് പിന്നെ ബാക്കി എടുത്ത് എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ചമ്മന്തി അരച്ചിട്ട് കുറച്ചെടുത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക. വൈകിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കറിവേപ്പില ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അങ്ങ് ഇറങ്ങി പോകാനും വയ്യ. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഉള്ളതിനെ കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുളി വെക്കണ്ടല്ലോ. തൊണ്ടിൻ്റെ ആ ഒരു ചൂടുള്ളതിനെ കൊണ്ടാണ് കേട്ടോ നല്ല രീതിയിൽ തിളയ്ക്കുന്നതും. അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിലും വെച്ചെടുക്കാം. പക്ഷേ ഇനിയിപ്പോൾ വെക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ചോറും ചമ്മന്തി മാത്രമേ ഇന്നിപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറെ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു അടുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ചിരട്ട വെച്ച് കഴിഞ്ഞാലാണ് അടുപ്പ് ചള്ളായി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇന്ന് വരെയും ചിരട്ട വെച്ചിട്ട് ഈ ഒരു അടുപ്പിൽ നമ്മൾ കത്തിച്ചിട്ടില്ല. കത്തിക്കാമോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തുമില്ല. പക്ഷേ ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല കേട്ടോ, ഉറപ്പ് പറയാം. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. അത് വേറെ ഒന്നുമല്ല, നമ്മളെ ഭാഗത്തുനിന്ന് കാരണം എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ താമസിച്ചപ്പോഴാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെ താമസിക്കുന്നെങ്കിലും നമുക്ക് എങ്ങനെയാണോ ഒരു വീട് തന്നത്, നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ ഭാഗത്തു നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൈ കൊണ്ടൊന്നും പറ്റാത്ത രീതിയിൽ തന്നെ നമുക്കത് തിരിച്ചു കൊടുക്കാം. നമ്മളെ വീടാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ചിരട്ട വെച്ച് കത്തിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങളങ്ങനെ ആരെങ്കിലും കത്തിക്കുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം വേറെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ട്. ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിരട്ട വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് പൊട്ടിപ്പോവും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാനിവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട്, കൊതുമ്പ്, പിന്നെ വിറക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടുള്ള കാര്യം അറിയത്തില്ല. പിന്നെ ഡെയിലി നമ്മൾ അടുപ്പ് വൃത്തിയാക്കും. ഡെയിലി നമ്മൾ അടുപ്പ് കത്തിക്കുന്നതാണല്ലോ. അപ്പോൾ ചാമ്പലെല്ലാം വാരി മാറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടൈലിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന അരി തിളച്ച് തൂവി എൻ്റെ മുകളിലൂടെ വീഴും. അപ്പോൾ എന്നും ഡെയിലി കഴുകി വൃത്തിയാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയിൽ നമ്മളിതെല്ലാം ചെയ്തിട്ട് പോവുകയാണെങ്കിലും പിന്നെ മുമ്പൊരിക്കുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ അടുപ്പിലിങ്ങനെ വേവിച്ചിട്ട് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ എന്തിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പച്ചവെള്ളം തൊട്ട് തുണി മുക്കി ഇങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിലൂടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇങ്ങനെ മുമ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആരോ ഇങ്ങനെ പറഞ്ഞു തന്നു, അങ്ങനെ ചെയ്യണ്ട, അടുപ്പ് ഇങ്ങനെ പൊങ്ങിപ്പോവും, പച്ചവെള്ളം ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് പൊങ്ങിപ്പോവും, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് വെച്ചാൽ അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ അടുപ്പ് പൊങ്ങിപ്പോവും. അപ്പോഴങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരും കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ വേവിച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നവർ കൂടെ വൃത്തിയാക്കി ഇടുന്നവരൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ. എനിക്കിങ്ങനെ ഒരു അറിവ് കിട്ടി. അപ്പോൾ ആ ഒരു അറിവ് എനിക്ക് പറയണമെന്ന് തോന്നി. കുറേ കാലമായി ഞങ്ങളിവിടെ വന്ന്, എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കണ്ടേണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചമ്മന്തി അരച്ച് തീർന്ന് അമ്മിക്കല്ലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ചോറും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ചായ ഇടുന്ന ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചായ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളയും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇന്നത്തെ കുക്കിങ്ങൊക്കെ ഇതായിരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇന്നിപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു കുക്കിങ്ങോ അങ്ങനെ അല്ല. പിന്നെ ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒന്ന് ചോറ് വയ്ക്കാം, പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോറ് വെച്ച് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ചമ്മന്തി അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി അരച്ചിട്ട് കല്ല് കഴുകിയിട്ട് ആ ഒരു വെള്ളം കളയാതിരിക്കുക. ചോറ് അവിടെ റെഡി ആവുന്നേ ഉള്ളൂ. വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.